ക്യാൻസർ ബാധിച്ച് മരിച്ച വയോധികന്റെ മൃതദേഹം 2 ഭാര്യമാരും മക്കളും സഹോദരിയും ഏറ്റെടുക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായ മുസ്ലിം ലീഗിന്റെ വനിതാ നേതാവ് ഹൈന്ദവ ആചാരപ്രകാരം ഏറ്റെടുത്ത അന്ത്യകർമ്മങ്ങൾ നടത്തിയിരുന്നു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാൽ ആയിരുന്നു ഇത്തരത്തിൽ അന്ത്യകർമ്മങ്ങൾ ചെയ്തത്. മീഞ്ച പഞ്ചായത്തിലെ ചിഗ്രുപ്പതവ് സ്വദേശിയായ നാരായണന്റെ മൃതദേഹം ഏറ്റുവാങ്ങാനാണ് ബന്ധുക്കളൊന്നും എത്താതിരുന്നത്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഉപ്പളയിലെ ഷെയ്ഖ് സായിദ് എന്ന വൃദ്ധമന്ദിരം സ്ഥാപകയും ജില്ലാ പഞ്ചായത്ത് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും കൂടിയായ ഇർഫാന രംഗത്ത് എത്തിയത്. ഇർഫാന ഇത്തരം ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയതിനു ശേഷം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ വാദപ്രതിവാദങ്ങൾ ഒക്കെ നടക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. ഇതൊരു തെറ്റായ വിവരമാണ് എന്ന നിലയിലൊക്കെയാണ് വിവാദങ്ങൾ ഒഴുക്കുന്നത്. ഈ സംസ്കാരത്തിൻ്റെ ചെലവ് എല്ലാം വഹിച്ചത് സേവാഭാരതിയാണ് എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇർഫാനയുടെ പ്രതികരണം എന്തായിരുന്നു എന്നത് കേട്ടു നോക്കാം. ആദ്യമായിട്ട് ചിവരപ്പാതയിൽ നിന്ന് നമുക്കൊരു ഫോൺ കോൾ വന്നു. അവിടുത്തെ ഷെരീഫ് മെമ്പറിന്റെ എന്നിട്ട് നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സൈസ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാമെന്നാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറെ വിളിച്ച് സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പെരിയത്തേക്കാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. പിന്നെ പെരിയത്തിന് അവർ റെഫർ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതരായി 4th സ്റ്റേജ് ആയിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ബന്ധുക്കളടുത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഇൻഫോർമേഷൻ കൊടുത്തു. എന്നാലും അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മളിന്ന് ഏറ്റെടുത്തു, ഇന്ന് ബോഡി അടക്കം ചെയ്തു. KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, ഇതിപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെയുള്ള ഹാൻഡിലുകൾ ഇതിന് വലിയ വിമർശനം ആണ് ഉയർത്തുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതിപ്പോൾ ആരായിരുന്നു ഈ നാരായണനെ സംരക്ഷിച്ചിരുന്നത്? പിന്നീട് നാരായണൻ എന്താണ് സംഭവിച്ചത്? ഈ മൃതദേഹം സംസ്കരിച്ചതുമായി ബന്ധപ്പെട്ടും വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നത്. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത് ബൈജു? അഭിലാഷേ, ഈ വാർത്ത കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വലിയ കയ്യടി ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് വലിയ വാദപ്രതിവാദങ്ങൾക്ക് വിട നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഏതായാലും ഒരിക്കൽ കൂടി ഇതിന്റെ കൃത്യമായ കാര്യങ്ങൾ അറിയണമെന്നുള്ളതുകൊണ്ട് ഈ കാര്യങ്ങളിലെല്ലാം കൃത്യമായ ഒരു പരിശോധന നടത്തി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇതിൽ വളരെ കൃത്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നൽകിയ വാർത്ത പോലെ തന്നെയാണ് ഇതിൽ സംഭവമുള്ളത്. അതായത് ഒരു മാസത്തോളം ഒരു മനുഷ്യൻ 64 വയസ്സ് പ്രായം രോഗം ബാധിച്ച് മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ കടവരാന്തിയിൽ കിടക്കുകയും ആ മനുഷ്യരെ ഒരു കൂട്ടം നന്മ പറ്റാത്ത ആളുകൾ എടുത്ത് ആശുപത്രിയിലാക്കുകയും പിന്നീട് ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസം ഇദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെ മരണപ്പെടുന്ന സമയത്തും ആ രോഗം ബാധിക്കുന്ന സമയത്തൊന്നും ഇവരുടെ 2 ഭാര്യമാരാണ് ഇയാൾക്കുള്ളത്, മക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്. ഇവരാരും ഇവരെ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അവർക്ക് സാമ്പത്തികമായ പ്രശ്നമെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇർഫാന ഇക്ബാൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തക, ജനപ്രതിനിധി, ഇങ്ങനെയുള്ള ഒരാൾ ഇവരോട് വിവരം പറയുക, ഇവർക്കൊരു വൃദ്ധസദനം നടത്തുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ടാണ് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ ഒരു സംഭവം എത്തുന്നത്. അങ്ങനെ അവർ കൃത്യമായി അതിൽ ഇടപെടുകയും ആശുപത്രിയിൽ ഇയാളെ എത്തിക്കുകയും അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ വളരെ മോശമെന്ന് പറയേണ്ടി വരും. അതായത് മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയമാണ് അദ്ദേഹം. അങ്ങനെ ഇർഫാന ഇക്ബാൽ ഇവരെ ആശുപത്രിയിലാക്കുന്നു. ആദ്യം പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഇവരെ പ്രവേശിപ്പിക്കുന്നത്. സ്ഥിതി ഗുരുതരമായതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ചൊവ്വാഴ്ചയോടുകൂടി ഇദ്ദേഹം മരണപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്നും ഇവരുടെ ചെലവിൽ തന്നെയാണ് ആംബുലൻസിൽ ഇവരെ ഈ ഉപ്പളയിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെയുള്ള ഒരു പൊതു ശ്മശാനത്തിലാണ് ഇദ്ദേഹത്തെ ഹൈന്ദവ ആചാര പ്രകാരം സംസ്കരിച്ചത്. അതിലും ബന്ധുക്കളോട് ഇവർ ആവശ്യപ്പെട്ടു, നിങ്ങൾ ഈ അന്ത്യകർമ്മം നടത്തണം. ഇങ്ങനെ ഇദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സാമ്പത്തികമായ പ്രശ്നമുണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു സമയത്ത് അവിടെ വരിക പോലും ചെയ്തില്ല. അവർ ഒരു പക്ഷേ ആ കുടുംബങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളുണ്ടാകും. അങ്ങനെ ഈ ചിതയ്ക്ക് മുകളിൽ വിറക് ഉൾപ്പെടെ വെക്കുന്നത് ഈ ഇർഫാൻ ഇക്ബാലിന്റെ ദൃശ്യങ്ങളൊക്കെ കാണാം. അതിന് ഒരു വലിയ തോതിൽ നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞ് അത്തരത്തിൽ കൈയടിക്കേണ്ട ഒരു സംഭവം, അതായത് എല്ലാ
ഈ നിയമപ്രകാരമുള്ള എല്ലാ വശങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് ഇവർ ഈ ഒരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയത്. കാരണം ഇവർക്കറിയാം ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരായിരുന്നു, അതിൽ RSS മുൻ പ്രവർത്തകനാണെന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു ചടങ്ങ് നടത്താതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇവർ ഏറ്റെടുത്തു പോയൊരു സംഭവമാണ്. അങ്ങനെയാണ് ഇവർ ഈ മൃതദേഹം കൃത്യമായി ഹൈന്ദവ ആചാരപ്രകാരം തന്നെ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് തന്നെ ഇവർ ഇത് ഒരു കർമ്മം നടത്തുന്നതും അങ്ങനെ ആ ഒരു സംഭവം അവിടെ അവസാനിപ്പിക്കുന്നതും. പക്ഷേ അതിന്റെ ദൃശ്യങ്ങൾ വലിയ തോതിൽ പുറത്തേക്ക് പോവുകയും അത് ഇവർക്ക് വലിയ കയ്യടി നേടുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇതൊരു RSS പ്രവർത്തകന്റെ മൃതദേഹം ഏറ്റെടുക്കാൻ പാർട്ടിക്കാരും വന്നില്ല, അല്ലെങ്കിൽ സേവാഭാരതി പോലുള്ള സംഘടനകൾ തയ്യാറായില്ല എന്ന തരത്തിലൊക്കെ വലിയ പ്രചരണം വന്നതോടുകൂടിയാണ് ഇത്തരത്തിലുള്ള ആരോപണം വന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരു സംഘടനയുടെ കുറവോ അത്തരം ഒരു പഴിക്കുന്നതിലൊന്നും ഇതിൽ കാര്യമില്ല. ഇത് നന്മ പറ്റാത്ത ആളുകൾ ഇപ്പോഴും നമുക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ നമുക്കിടയിലുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി മാത്രം ഇതിനെ കാണുക. ദൗർഭാഗ്യവശാൽ അത്തരത്തിലുള്ള പല വിധത്തിലുള്ള വിവാദങ്ങളിലേക്ക് ഇത് വലിച്ചരിക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരം എന്ന് പറയേണ്ടി വരും. കാരണം നാളെ ആർക്കും സംഭവിക്കാം, നമുക്കുൾപ്പെടെ സംഭവിക്കാം, ഇതിന് വാദിക്കുന്നവർക്ക് സംഭവിക്കാം. ഒരു റോഡിൽ അപകടത്തിലോ മറ്റോ വീണാൽ അവിടെ ജാതിയോ മതമോ നോക്കിയല്ല അവരെ ഇത്തരത്തിൽ രക്ഷപ്പെടുത്തേണ്ടതും അല്ലെങ്കിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ടതും അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതും എന്നുള്ള സന്ദേശം കൊടുക്കുന്നതിന് പകരം ഇതിനെ വലിയൊരു വിവാദമാക്കി അത് വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോഴും ഇവർക്ക് അനുകൂലിച്ചാണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. വളരെ കുറച്ച് ആളുകൾ തെറ്റായ ചില വാർത്തകൾ വിവരങ്ങളും പ്രചരിക്കുന്നതുകൊണ്ട് തന്നെ അതിനെ പിൻപറ്റി വലിയ തോതിൽ വിമർശനവുമായി രംഗത്ത് വരുന്ന സാഹചര്യം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായും അവിടെ KV ബൈജു പറയുന്ന ഒന്ന് തന്നെയാണ് പ്രസക്തമാകുന്നത്. ഒരാൾ അപകടത്തിൽപ്പെട്ടാൽ, ഒരാൾക്ക് ദുരിതമുണ്ടായാൽ അയാളുടെ ജാതിയും മതവും ഒന്നുമല്ല നോക്കേണ്ടത്. ഇവിടെ ഒരു മൃതദേഹം, അത് മരണപ്പെട്ടയാൾ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കർമ്മങ്ങളോട് കൂടിയാണ് ആ മൃതദേഹം അടക്കം ചെയ്തത്. അതിന് നേതൃത്വം നൽകിയത് മുസ്ലിം മതത്തിൽപ്പെട്ട ആളായിരുന്നു എന്നതിനാണ്. അതുകൊണ്ട് തന്നെ ചില മുസ്ലിം മതവാദികൾ അതിനെ വലിയ സംഭവമായി ചിത്രീകരിക്കുകയും എവിടെ ഹിന്ദു ഉണരാത്തത് എന്ന് ചോദിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണാം. അതേസമയം മറുഭാഗത്ത് ഇത് തെറ്റായ പൊള്ളയായ അവകാശവാദമാണ്. ഇത് ഒരു തരത്തിൽ ആ മതത്തെ ഉയർത്തിക്കാണിക്കുന്നത്, മുസ്ലിം മതത്തെ ഉയർത്തിക്കാണിക്കുന്നതിന് വേണ്ടി ചെയ്ത തെറ്റായ പ്രവണതയാണ് എന്ന് ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പരസ്പരം പോരടിക്കുന്നു എന്നതാണ്. അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യത്വം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അവിടെ ആരും നോക്കാനും മൃതദേഹം ഏറ്റെടുക്കാനും ഒന്നും വരാത്ത ഒരു സാഹചര്യത്തിൽ ആരും മൃതദേഹം ഏറ്റെടുത്തോ അവരുടെ ജാതിയോ മതമോ ഒന്നുമല്ല പ്രസക്തമാകുന്നത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.